SSLC ഹിന്ദിയുടെ സെക്കൻഡ് ചാപ്റ്റർ ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ. ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്ക് പോർഷൻ വായിച്ച് അർത്ഥം മനസ്സിലാക്കി പഠിക്കാൻ സഹായിക്കുന്ന രീതിയിലാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. ഇതേ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റി ക്വസ്റ്റ്യൻസും അതുപോലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആഡ് ചെയ്തുകൊണ്ടൊരു വീഡിയോ തൊട്ട് പിന്നാലെ ആഡ് ചെയ്യുന്നതാണ്. വിനോദ് കുമാർ ശുക്ല എഴുതിയ കവിതയുടെ ഒരു ഭാഗം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് ആദ്യം നമുക്ക് വായിക്കാം. ഈ കവിതയെ ആധാരമാക്കി നരേഷ് സക്സേന എഴുതിയ വ്യാഖ്യാനമാണ് നമ്മുടെ പാഠഭാഗം. ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ. ഹതാശ എന്ന് വെച്ചാൽ നിരാശ എന്നാണ് അർത്ഥം. നിരാശയോടെ ഒരു വ്യക്തി ഇരുന്നിരുന്നു. ഏക് വ്യക്തി ഒരു വ്യക്തി, ബൈഠ് ഗയാ ഥാ ഇരുന്നിരുന്നു. വ്യക്തിക്കോ മേം നഹി ജാൻതാ ഥാ. വ്യക്തിയെ, വ്യക്തിക്കോ എന്ന് പറയുമ്പോൾ വ്യക്തിയെ, മേം ഞാൻ, നഹി ജാൻതാ ഥാ അറിയുന്നില്ലായിരുന്നു, വ്യക്തിയെ ഞാൻ അറിയുന്നില്ലായിരുന്നു. തേർഡ് ലൈൻ ഹതാശാക്കോ ജാൻതാ ഥാ. ഹതാശാക്കോ നിരാശയെ, ജാൻതാ ഥാ അറിയുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ലൈൻ ഇസ്ലിയെ മേം ഉസ് വ്യക്തി കെ പാസ് ഗയാ. ഇസ്ലിയെ അതുകൊണ്ട്, മേം ഉസ് വ്യക്തി കെ പാസ് ഞാൻ ആ വ്യക്തിയുടെ അടുത്ത്, ഗയ പോയി അതുകൊണ്ട് ഞാൻ ആ വ്യക്തിയുടെ അടുത്ത് പോയി. കവിതയുടെ അടുത്ത 4 വരികൾ നോക്കാം. മേനെ ഹാത്ത് ബഡായ, ഞാൻ കൈ നീട്ടി. ഹാത്ത് എന്ന് വെച്ചാൽ കൈ. മേരാ ഹാത്ത് പകഡ്കർ വഹ് ഗഡാ ഹുവാ. മേരാ ഹാത്ത് എൻ്റെ കൈ, പകഡ്കർ പിടിച്ച്, വഹ് ഗഡാ ഹുവാ അയാൾ എഴുന്നേറ്റു. മുझे വഹ് നഹി ജാൻതാ ഥാ. മുझे എന്നെ, വഹ് നഹി ജാൻതാ ഥാ അയാൾക്ക് അറിയില്ലായിരുന്നു. മേരെ ഹാത്ത് ബഡാനെ കോ ജാൻതാ ഥാ. ഞാൻ കൈ നീട്ടിയത് അറിയാമായിരുന്നു. ഇനി കവിതയുടെ അവസാന ഭാഗമാണ്. ഹം ദോനോം സാത്ത് ചലേ. ഹം ദോനോം ഞങ്ങൾ രണ്ടുപേരും, സാത്ത് ചലേ ഒന്നിച്ച് നടന്നു. ദോനോം ഏക് ദൂസരേക്കോ നഹി ജാൻതേ ഥേ. ദോനോം ഇരുവർക്കും, രണ്ടുപേർക്കും, ഏക് ദൂസരേക്കോ പരസ്പരം, നഹി ജാൻതേ ഥേ അറിയില്ലായിരുന്നു. സാത്ത് ചലനേക്കോ ജാൻതേ ഥേ ഒന്നിച്ച് നടക്കാൻ അറിയാമായിരുന്നു. സാത്ത് ചലന ഒന്നിച്ച് നടക്കുക, സാത്ത് ചലനേക്കോ ജാൻതേ ഥേ. വിനോദ് കുമാർ ശുക്ല എഴുതിയ ഈ കവിതയ്ക്ക് നരേഷ് സക്സേന എഴുതിയ വ്യാഖ്യാനമാണ് നമ്മുടെ പാഠം. ആദ്യം ഞാനത് സൂചിപ്പിച്ചിരുന്നു. ഇക്കാര്യമാണ് ഈ ഹെഡിങ്ങിന് താഴെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിരിക്കുന്നത്. വിനോദ് കുമാർ ശുക്ല की कविता पर नरेश सक्सेना की टिप्पणी. विनोद कुमार शुक्ला अपनी मौलिकता के साथ ही भाषा की अनगढ़ता के लिए विख्यात हैं. വിനോദ് കുമാർ ശുക്ല അപ്നി തൻ്റെ, മൗലികത എന്ന് വെച്ചാൽ മൗലികത്വം, മൗലിക ചിന്താഗതി, മൗലികത കെ സാത്ത് ഹി മൗലികതത്വത്തോട് ഒപ്പം തന്നെ, ഭാഷാക്കി ഭാഷയുടെ, അൻഗഡ്ത അൻഗഡ്ത എന്ന് വെച്ചാൽ ഘടനയില്ലായ്മ അല്ലെങ്കിൽ രൂപമില്ലായ്മ, അൻഗഡ്ത കെ ലിയെ വിഖ്യാത് ഹെ അതായത് വിനോദ് കുമാർ ശുക്ല തൻ്റെ മൗലികത്വത്തോടൊപ്പം തന്നെ ഭാഷയുടെ രൂപമില്ലായ്മയ്ക്കും കൂടി പ്രസിദ്ധനാണ്. കിന്തു എന്നാൽ, ബട്ട് എന്നുള്ള അർത്ഥമാണ് കിന്തു എന്ന വാക്കിന്. ഇസ് കവിതാമേം ഈ കവിതയിൽ, മൗലിക് ഹോനെ കെ സാത്ത് ഹി മൗലിക ചിന്താഗതിക്കാരൻ ആകുന്നതോടൊപ്പം തന്നെ, ഹി എന്നുള്ളതിന് തന്നെ എന്നുള്ള ഒരു വിശേഷണമാണതിന്. വേ കാവ്യശില്പ കെ സിദ്ധ കവി की तरह भी दिखाई देते हैं. വേ കാവ്യശില്പ കെ അദ്ദേഹം കാവ്യശില്പത്തിൻ്റെ, സിദ്ധ കവി की तरह കഴിവുറ്റ
കവിയെ പോലെയും, ഭി എന്നുള്ള വാക്ക് അവിടെ വെച്ചിരിക്കുന്നുണ്ടോ, കി തരഹ് ബി അതുപോലെയും, ദിക്കായി ദേത്തെ ഹെ കാണപ്പെടുന്നു. കവിത കെ അർത്ഥ് കവിതയുടെ അർത്ഥം, ഇത്തനെ ഇത്രയും, സഹജ് സഹജ് എന്ന് വെച്ചാൽ നാച്ചുറൽ എന്നാണ്. ഔർ സാഫ് സാഫ് എന്ന് പറഞ്ഞാൽ ക്ലിയർ. ഔർ എന്ന് വെച്ചാൽ എന്താ, ആൻഡ്. ഒന്നും കൂടി വായിക്കാം. കവിത കെ അർത്ഥ് ഇത്തനെ സഹജ് ഔർ സാഫ് ഹേ കി ഉനെ വ്യാഖ്യാ കി ദർക്കാർ നഹി ഹെ. കവിതയുടെ അർത്ഥം ഇത്രയും നാച്ചുറൽ ആൻഡ് ക്ലിയർ ആയതുകൊണ്ട് ഉനെ അതിന് വ്യാഖ്യാ കി ദർക്കാർ വ്യാഖ്യാനത്തിൻ്റെ ആവശ്യകത, ദർക്കാർ എന്ന് വെച്ചാൽ നീഡ് എന്നാണ് അർത്ഥം, നഹി ഹെ ഇല്ല. അതായത് കവിതയുടെ അർത്ഥം ഇത്രയും നാച്ചുറലും ക്ലിയറും ആയതുകൊണ്ട് ഇതിന് വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമില്ല. सरल शब्दों वाले वाक्य स्वयं ही अपना मर्म कह देते हैं. सरल शब्दों वाले वाक्य സരളമായ അല്ലെങ്കിൽ ലളിതമായ വാക്കുകൾ കൊണ്ടുണ്ടാക്കിയ വാക്യങ്ങൾ, സ്വയം ഹി സ്വയമേവ, അപ്ന മർമ്മ കഹ് ദേത്തെ ഹെ അവയുടെ സാരമാണ്. മർമ്മം എന്ന് പറഞ്ഞാൽ മീനിങ്, അർത്ഥമാണ് പറയുന്നത്. കഹ് ദേത്തെ ഹെ പറയുന്നു. വ്യക്തി കോ മേം നഹി ജാൻതാ ഥാ ഹതാശ കോ ജാൻതാ ഥാ. വ്യക്തിയെ ഞാൻ അറിയുന്നില്ലായിരുന്നു, നിരാശയെ അറിയുന്നുണ്ടായിരുന്നു. കഹത്തെ ഹി പറയുന്നതിലൂടെ, വേ അദ്ദേഹം, ജാൻനെ കി ജാൻനെ അറിയുക എന്നുള്ള, ഹമാരി നമ്മുടെ, ഉസ് ജാനി പെഹജാനി ആ പരിചിതമായ, ജാനി പെഹജാനി എന്ന് വെച്ചാൽ പരിചിതമായ, രൂഢി പാരമ്പര്യം, രൂഢി കോ പാരമ്പര്യത്തെ, തോട് ദേത്തെ ഹെ തകർക്കുകയാണ്, ജോ അത്, വ്യക്തി കെ നാം വ്യക്തിയുടെ പേര്, പത്തേ മേൽവിലാസം, ഉമ്ര വയസ്സ്, ഓഹദേ പദവി, യാ ജാതി അല്ലെങ്കിൽ ജാതി, യാ ജാതി സെ ജാൻനെ കോ ജോഡ്തി ഹെ. അതായത് ഈ പറഞ്ഞ കാര്യങ്ങളെയെല്ലാം അറിയുന്നതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. യദി ഹം കിസി വ്യക്തി കോ, യദി എന്ന് വെച്ചാൽ അതർവൈസ് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ആ ഒരു വേർഡാണ് യദി. ഹം കിസി വ്യക്തി കോ നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ, ഉസ്കി അവരുടെ, ഹതാശ ഡിസപ്പോയിൻമെൻറ്റ്, നിരാശ ഡിസ്പെയർ, ഹതാശ നിരാശ. ഈ രണ്ട് വാക്കുകൾക്ക് മലയാളത്തിൽ നിരാശ എന്ന് തന്നെ അർത്ഥം പറയാവുന്നതാണ്. അസഹായത നിസ്സഹായാവസ്ഥ, യാ അല്ലെങ്കിൽ ഉസ്കെ സങ്കട് സെ അവരുടെ ദുരിതങ്ങളെ, സങ്കട് എന്ന് വെച്ചാൽ ദുരിതം എന്നാണ് അർത്ഥം. നെഹി ജാൻതേ തോ അറിയുന്നില്ലെങ്കിൽ, ഹം കുച്ച് നെഹി ജാൻതേ നമ്മൾ ഒന്നും അറിയുന്നില്ല. സടക് പർ, സടക് എന്ന് വെച്ചാൽ വഴി, സടക് പർ വഴിയിൽ, ഘായൽ പടേ, ഘായൽ എന്ന് പറഞ്ഞാൽ മുറിവേറ്റ, വൂണ്ടഡ്, ഘായൽ പടേ മുറിവേറ്റ് കിടക്കുന്ന, അപരിചിത് വ്യക്തി കോ അപരിചിതനായ വ്യക്തിയെ, ദേഖർ കണ്ടിട്ട്, ക്യാ ഹം കഹ് സക്തേ ഹെ കി ഉസേ ഹം നെഹി ജാൻതേ. ഹം കഹ് സക്തേ ഹെ നമുക്ക് പറയാൻ സാധിക്കും എന്നാണ്. കി എങ്ങനെ എന്തെന്നാൽ, ഉസേ ഹം നെഹി ജാൻതേ അവരെ നമുക്ക് അറിയില്ല എന്ന്. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ക്യാ ഹം കഹ് സക്തേ ഹെ കി ഉസേ ഹം നെഹി ജാൻതേ നമുക്ക് പറയാൻ സാധിക്കുമോ അവരെ നമുക്ക് അറിയില്ല എന്ന്. വാസ്തവ് മേം വാസ്തവത്തിൽ, ഹം ജാൻതേ ഹെ കി നമുക്ക് അറിയാം എന്തെന്നാൽ, യഹ് വ്യക്തി ഈ വ്യക്തി, മുസീബത്ത് മേ ഹെ
മുസീബത്ത് എന്ന് വെച്ചാൽ പ്രയാസം, ഡിഫിക്കൽട്ടി, ഈ വ്യക്തി പ്രയാസത്തിലാണ് എന്ന് നമുക്കറിയാം. ഔർ ആൻഡ്, ഇസേ ഇവർക്ക് അല്ലെങ്കിൽ ഇയാൾക്ക്, ഹമാരി മദത് കി നമ്മുടെ സഹായത്തിൻ്റെ, ഹമാരി മദത് എന്ന് പറഞ്ഞാൽ ഹെൽപ്പ്, ജരൂരത് ഹെ അത്യാവശ്യമാണെന്ന്, ഇയാൾക്ക് നമ്മുടെ സഹായം അത്യാവശ്യമാണെന്ന് നമുക്കറിയാം. യഹ് കവിത ഈ കവിത, മനുഷ്യക്കോ മനുഷ്യനെ, മനുഷ്യകി തരഹ് മനുഷ്യനെ പോലെ, ജാൻനെ കി യാദ് ദിലാത്തി ഹെ അറിയുക എന്നുള്ള ഓർമ്മയുണർത്തുന്നു. ഈ കവിത മനുഷ്യനെ പോലെ അറിയുക എന്നുള്ള ഓർമ്മയുണർത്തുന്നു. കവിത ലഗാതാർ नहीं जानने और जानने का ബയാൻ കർത്തി ജാത്തി ഹെ കവിത തുടർച്ചയായി അറിയില്ല, അറിയുന്ന എന്നീ വിവരണങ്ങളിലൂടെ പോകുന്നു. ലഗാതാർ എന്ന് വെച്ചാൽ തുടർച്ചയായി, കണ്ടിന്യൂസ്ലി എന്നാണ് അർത്ഥം. ബയാൻ കർണ വർണ്ണിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. ശില്പ് കി ഇസ് ബാരീക് കാരിഗരി കോ ദേഖേ ശില്പത്തിൻ്റെ സൂക്ഷ്മമായ ഈ നിർമ്മാണ കൗശലം നോക്കാം എന്നാണ് അർത്ഥം വരുന്നത്. ബാരീക് എന്ന വാക്കിന് സൂക്ഷ്മമായ, മൈന്യൂട്ട് എന്നാണ് അർത്ഥം. കാരിഗരി ശില്പവേല, ക്രാഫ്റ്റ് എന്നാണ് അർത്ഥം. വഹ് മുझे नहीं जानता था हाथ बढ़ाने को जानता था അവൻ എന്നെ അറിയില്ലായിരുന്നു, കൈ നീട്ടാൻ അറിയാമായിരുന്നു. ഹം ഏക് ദൂസരെ കോ नहीं जानते थे സാത്ത് സാത്ത് ചലന ജാൻതേ ഥേ ഞങ്ങൾക്ക് പരസ്പരം അറിയില്ലായിരുന്നു, ഒരുമിച്ച് നടക്കാൻ അറിയാമായിരുന്നു. യഹ് നെഹി ജാന്ന ഔർ ജാന്ന കവിതാ മേം കിസി ലൗഗീത് കെ സ്ഥായി കി തരഹ് ബാർ ബാർ ലൗട്ട്താ ഹെ ഈ അറിയില്ലായിരുന്നു അതുപോലെ അറിയാമായിരുന്നു എന്നുള്ള പ്രയോഗം കവിതാ മേം കവിതയിൽ, കിസി ലോക്ഗീത് കെ സ്ഥായി കി തരഹ് ഏതോ ഒരു ലോക്ഗീത് എന്ന് പറഞ്ഞാൽ നാടൻ പാട്ട്, ഏതോ ഒരു നാടൻ പാട്ടിൻ്റെ സ്ഥായി എന്ന് പറഞ്ഞാൽ നാടൻ പാട്ടിൻ്റെ ആദ്യ പദത്തിന് പറയുന്നതാണ്. ഏതോ ഒരു നാടൻ പാട്ടിൻ്റെ ആദ്യ പദം പോലെ, കി തരഹ് അതുപോലെ എന്നർത്ഥമാണ്. ബാർ ബാർ വീണ്ടും വീണ്ടും, ലൗട്ട്താ ഹെ ലൗട്ട്ന എന്ന് പറഞ്ഞാൽ തിരിച്ചു വരിക എന്നാണ് അർത്ഥം. വീണ്ടും വീണ്ടും തിരിച്ചു വരുന്നു ഈ പ്രയോഗങ്ങൾ. ഗദ്യമേം ലിഖി ഹുയി കിസി കവിതാമേം ഗദ്യത്തിൽ, ഗദ്യമേം എന്ന് പറയുമ്പോൾ ഗദ്യത്തിൽ, ലിഖി ഹുയി എഴുതിയ, കിസി കവിതാമേം ഏതെങ്കിലും കവിതയിൽ, ലിറിക്കൽ യാ ഗീതാത്മകതാക്ക ലിറിക്കലായിട്ടുള്ള യാ അല്ലെങ്കിൽ ഗീതാത്മകത എന്ന് വെച്ചാൽ സംഗീതാത്മകത, കാ ബോധ് അതിൻ്റെ ബോധ്യം, ഇസ് ഖൂബി കെ സാത്ത് ഖൂബി എന്ന് വെച്ചാൽ മേന്മ അല്ലെങ്കിൽ യോഗ്യത എന്നാണ് അർത്ഥം. ഈ മേന്മയോടൊപ്പം, ഹിന്ദി കി കിസി കവിതാമേം ആയാ ഹെ ഹിന്ദിയിലെ ഏതെങ്കിലും ഒരു കവിതയിൽ വന്നിട്ടുണ്ടോ, യാദ് നെഹി ആ രഹ ഓർമ്മ വരുന്നില്ല. അതായത് ഏതെങ്കിലും കവിതയിൽ വരികളുടെയോ ഗാനാത്മകതയുടെയോ പ്രത്യേകത ഈ മേന്മയോടൊപ്പം ഹിന്ദിയിലെ ഏതെങ്കിലും കവിതയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഓർമ്മ വരുന്നില്ല എന്നാണ് പറയുന്നത്. जैसे किसी गज़ल में आखिरी शेर के आखिरी शब्द श्रोताओं की ज़ुबान पर आपसे आप आ जाते हैं, वैसे ही इस कविता के अंतिम शब्द यानी साथ साथ चलना के बाद यदि कविता पाठ रोक दिया जाए तो सुनने वाले खुद वाक्य पूरा कर देंगे और कहेंगे जानते थे. ഈ വലിയ സെൻറ്റൻസിൻ്റെ മലയാളം അർത്ഥം ഇങ്ങനെയാണ്. ഏതെങ്കിലും ഗസലിൻ്റെ അവസാന ഈരടിയുടെ അവസാന വാക്ക് ശ്രോതാക്കളുടെ നാവിൽ സ്വയം വരാറുള്ളതുപോലെ ഈ കവിതയിലെ അവസാന വാക്ക്, അതായത് ഒരുമിച്ച് നടക്കുക കഴിഞ്ഞ് കവിതാപാരായണം അവസാനിച്ചിരുന്നെങ്കിൽ കേൾവിക്കാർ സ്വയം അറിയാമായിരുന്നു എന്ന് വാക്യം പൂർത്തിയാക്കുകയും പറയുകയും ചെയ്യുമായിരുന്നു. ഈ വലിയ സെൻറ്റൻസ് ഇങ്ങനെയാണ്. കിസി ഗസൽ മേം ഏതെങ്കിലും ഗസലിൽ, ആഖരി ഷേർ ആഖരി എന്ന് വെച്ചാൽ അവസാനത്തെ, ഷേർ എന്ന് പറഞ്ഞാൽ ഈരടി,
ആഖരി शेर के ആഖരി ശബ്ദ് അവസാന വാക്ക്, അവസാന ഇരയുടെ അവസാന വാക്ക്. ശ്രോതാവോं की जुबान पर ശ്രോതാക്കളുടെ നാവിൽ. ആപ്സെ ആപ്പ് സ്വയം. ആ ജാത്തെ ഹെ വരാറുണ്ട്, അതുപോലെ. അതാണ് ജേസെ വൈസെ എന്നുള്ള പ്രയോഗമാണ് ഇവിടെ. വൈസെ ഹി അതുപോലെ തന്നെ. ഇസ് കവിതയ്ക്ക് അന്തിം ശബ്ദ് ഈ കവിതയിലെ അവസാന വാക്ക്. യാനി അതായത് സാത്ത് സാത്ത് ചലന ഒരുമിച്ച് നടക്കുക. കെ ബാദ് അതിനുശേഷം. യദി കവിത പാഠ് രോക് ദിയ ജായേത്തോ കവിത പാഠ് കവിത പാരായണം രോക് ദിയ ജായേത്തോ അവസാനിച്ചിരുന്നെങ്കിൽ. സുന്നെ വാലെ കേൾവിക്കാരൻ അല്ലെങ്കിൽ കേൾവിക്കാർ. ഖുദ് സ്വയം. വാക്യ പൂര കർ ദേങ്കെ വാക്യം പൂർത്തിയാക്കുകയും. ഔർ കഹേങ്കെ പറയുകയും ചെയ്യുമായിരുന്നു. ജാൻതേ ഥേ അറിയാമായിരുന്നു എന്ന്. യഹ് കവിത ഈ കവിത. ജാന്ന ശബ്ദ് കെ രൂഢീഗ്രസ്ത് അർത്ഥ് കോ. ജാന്ന ശബ്ദ് കെ എന്ന് വെച്ചാൽ അറിയുക എന്ന വാക്കിൻ്റെ രൂഢീഗ്രസ്ത് പരമ്പരാഗതമായ അർത്ഥ് കോ അർത്ഥത്തെ പൂരി തരഹ്സെ ബദൽ ദേത്തി ഹെ പൂരി തരഹ്സെ പൂർണ്ണമായും ബദൽ ദേത്തി ഹെ മാറ്റി മറിക്കുന്നു. ഇസ് കവിതയ്ക്ക് ഈ കവിതയിലെ പഹലി ദോ പങ്ക്തിയോ മേഹി ആദ്യത്തെ 2 വരികളിൽ തന്നെ. കവി അപ്നി പൂരി ബാത്ത് കവി തൻ്റെ മുഴുവൻ കാര്യവും കഹ് ദേത്താ ഹെ പറയുന്നു. ശേഷ് പങ്ക്തിയാം ശേഷമുള്ള വരികൾ. ഉസി കഹേ ഗയേക്കോ ആ പറഞ്ഞവയെ. ഔർ സധൻ സധൻ എന്ന് വെച്ചാൽ ഉറപ്പുള്ള സ്ട്രോങ്. മോർ സ്ട്രോങ് എന്നുള്ള അർത്ഥമാണ് സ്ട്രോങ്ങർ. ഔർ ഗഹര ഗഹര എന്ന് പറഞ്ഞാൽ ആഴമുള്ള കൂടുതൽ ആഴമുള്ളതും ആക്കുന്നു. കർത്തി ഹെ ആക്കുന്നു. കവിത ക സന്ദേശ് ഹേക്കി കവിതയുടെ സന്ദേശം എന്തെന്നാൽ ദോ മനുഷ്യോं के बीच 2 മനുഷ്യരുടെ ഇടയിൽ. മനുഷ്യതാ ക അഹ്സാസ് അഹ്സാസ് എന്ന് വെച്ചാൽ ഫീലിംഗ്. അതായത് 2 മനുഷ്യരുടെ ഇടയിൽ മനുഷ്യത്വ പരിഗണന. യാനി അതായത് മാനവീയ സംവേദന. സംവേദന എന്ന് വെച്ചാൽ സഹാനുഭൂതി. മാനവീയമായ സഹാനുഭൂതി. ഹോന ജരൂരി ഹെ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ജാൻകാരിയാം ജരൂരി നെഹി ഹെ നോളജ് അറിവ് അത്യാവശ്യമില്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജാതി മതം പദവി എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് അത്യാവശ്യമില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. കിന്തു പക്ഷേ യഹ് സന്ദേശ് ഈ സന്ദേശം കവിതാമേം കവിതയിൽ ഉപദേശ് കി തര ഉപദേശം പോലെ നെഹിയാത്ത ഉപദേശം പോലെയല്ല വരുന്നത്. അതായത് ഇതൊരു ഉപദേശമല്ല, ഇതൊരു അത്യാവശ്യ കാര്യം പോലെയാണ് കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതോടെ നമ്മുടെ 2nd ചാപ്റ്റർ നമ്മൾ വായിച്ചു കഴിഞ്ഞു. എല്ലാ കുട്ടികൾക്കും നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ചാപ്റ്ററിലെ ആക്ടിവിറ്റി ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എക്സ്ട്രാ ക്വസ്റ്റ്യൻസും എല്ലാം അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഇതേ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക്സ് ഫോർ സബ്സ്ക്രൈബിങ്.